ഞാനൊരു കുട്ടിപ്പിറകനെ ശരിയിലേക്ക് ഒഴിക്കുകയാണ്. മാത്യു ഇതൊക്കെ അടുത്ത് നിർബന്ധിച്ചതുകൊണ്ട് അദ്ദേഹം വീണ്ടും വരും. ശരി, ദിസ് എ വെരി ഡിഫിക്കൽട്ട് തിങ്. അതായത് 3-4 ദിവസങ്ങളായി ഈ ത്രിമൂർത്തികൾ, അതായത് എം വി പിള്ള, വേണുഗോപാൽ, ഗായത്രി എന്നിവർ നമ്മെ സംസ്കൃതത്തിലേക്കും അതിന്റെ സാഹിത്യത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക്, ശരിയാണല്ലേ, അപ്പോ അതിൽ നിന്നും ഒരു 2 മിനിറ്റ് കൊണ്ട് നിങ്ങളെ ഒന്ന് അൺമൈൻഡ് ചെയ്ത് ഒരു നർമ്മത്തിന്റെ തീരത്തേക്ക് കൊണ്ടുവരാനാണ് എന്റെ ശ്രമം. അപ്പൊ നിങ്ങളും കൂടി ഒന്ന് ശ്രമിക്കണം. ഇവരുടെ ഈ പ്രസംഗങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പടെ കൺഫ്യൂഷനായി. സാധാരണഗതിയിൽ മലയാളത്തിൽ വലിയ തെറ്റില്ലാതെ സംസാരിക്കാൻ എന്നൊക്കെ എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. തെറ്റിപ്പോയി. ഞാനിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഗായത്രി എന്ന് പറഞ്ഞാൽ ഗസൽ പാടുന്ന സ്ത്രീ ആണെന്ന്. അതായത് നിങ്ങളിപ്പം വിവേകമുള്ളവരല്ലേ, തെറ്റാണെങ്കിൽ പറ. ഗായത്രി എന്ന് പറഞ്ഞാൽ 3 പാട്ട് എന്നല്ലേ എന്റെ അർത്ഥം. 3 പാട്ട്. അത് കൂടിപ്പോയാൽ 3 പാട്ട് പാടുന്നവൾ ഗായത്രി, അതല്ലെങ്കിൽ 3 ഭാഷയിൽ പാടുന്നവൾ ഗായത്രി, അതൊന്നും അല്ലെങ്കിൽ പാട്ട് 3 തരത്തിൽ പാടുന്നവൾ, നിന്നും കിടന്നും പാടുന്ന, അതാണ് ഗായത്രി. എന്ന് മാത്രമല്ല, എന്റെ പല സഭകൾക്കും ഇവിടെ വന്നതിന് ശേഷം കോട്ടം തട്ടിയിട്ടുണ്ട്. അത് പറയാതിരിക്കാണ് എനിക്ക് നിറഞ്ഞ കണ്ണുകളോട് തന്നെ പറയാം. എനിക്ക് വലിയ പ്രയാസമായി പോയി. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 25 പേരെ വേഷം കെട്ടി ഒമാർ ഖയാം ആയിട്ട് അവിടെ എനിക്ക് ഓർമ്മയുണ്ട്. ഉണ്ടല്ലേ? നേരം വെളുത്തപ്പോ പോലെ ഞാൻ തലചീവി മീശയെല്ലാം മിനുക്കി റുബായിയത്ത് കളിക്കാനായിട്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പടം എനിക്ക് നേരത്തെ അറിയാം. മീശയൊക്കെ ഉണ്ട്. എനിക്ക് താടിയില്ലെങ്കിലും ഞാൻ താടിയൊക്കെ ജീവി ഒരു പ്ലാൻ എടുത്തിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്നിരുന്നു. ഹിയർ വിത്ത് എ ലോഫ് ഓഫ് ബ്രെഡ് ബിനീത്ത് ദ പൗ. ഓക്കെ, ലോഫ് ഓഫ് ബ്രെഡ് നിങ്ങൾ കണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്നും പറയണ്ട. ബിനീത്ത് ദ പൗ നോക്കിക്കഴിഞ്ഞപ്പോൾ ഫൈബർ ഗ്ലാസ് മെയ്ഡ് ഇൻ ചൈന. അവിടെ ഇലയും പൂങ്കായൊന്നുമില്ല. എ ഫ്ലാസ്ക് ഓഫ് വൈൻ, എ ബുക്ക് ഓഫ് വേർഡ്സ്. ഫ്ലാസ്ക് ഓഫ് വൈൻ എന്റെ വിചാരത്തിലുണ്ട്. പഴയ പേർഷ്യൻ കപ്പുണ്ട്, മനോഹരമായ സുന്ദരമായ CD അർത്ഥത്തിൽ എഴുതി കുത്തുപണികളൊക്കെ ഉള്ള. ഇത് ഞാൻ നോക്കിയപ്പോൾ എ പ്ലാസ്റ്റിക് ഗ്ലാസ് മെയ്ഡ് ഇൻ ചൈന. അതുമല്ല, എ ബുക്ക് ഓഫ് വേർഡ്സ്, ഒരു CD. പിന്നെ ദൗ ബിസൈഡ് മീ സിംഗിങ്. ദാറ്റ് വാസ് എ വണ്ടർഫുൾ ദൗ. One of the most beautiful dove I have seen in a long time. ഉദയ സൂര്യന്റെ പ്രൗഢി, പൂർണ്ണചന്ദ്രന്റെ നൈർമല്യം. അപ്പൊ നമുക്കൊരു സംശയം തോന്നി, ഈ സൂര്യനും ചന്ദ്രനും ശരിയാകത്തില്ല. സൂര്യന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കണ്ണ് അഞ്ചിപ്പോവല്ലോ. അതിനെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചന്ദ്രന്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് സൂര്യന്റെ വൃത്തത്തിൽ ഒട്ടിച്ചു വയ്ക്കുക. അപ്പൊ കണ്ണ് മഞ്ചത്തില്ല, അതിന്റെ പ്രഭകളെല്ലാം നമുക്ക് ഇതിന് കിട്ടുകയും ചെയ്യും. പക്ഷെ ദൗ ബിസൈഡ് മീ സിംഗിങ്, ദൗ അങ്ങ് അകലിയിരിക്കുകയാണ്. ബൈനോക്കുലേഴ്സ് വെച്ച് നോക്കിയപ്പോൾ ദൗ അവിടെ വേണുവിന്റെ കൂടി ഇരുന്ന് പിറ്റേ ദിവസത്തെ സംഗീതങ്ങളൊക്കെ ഇങ്ങനെ ശരിപ്പെടുത്തുകയാണ്. അപ്പോ അത് പോയി. പിന്നെ വിൽഡർനെസ്, നല്ല വിൽഡർനെസ് ആയിരുന്നു. കാരണം 500 പുരുഷന്മാര് കൈ കള്ളുന്നുപ്പിയായിട്ട് ഇങ്ങനെ ആടിയായിട്ട് അതാണ് വിൽഡർനെസ്. പിന്നെ പാരഡൈസ്, മനോഹരമായ പാരഡൈസ്. ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നാൽ തലകറങ്ങും, അങ്ങോട്ട് നിന്നാൽ ഛർദിക്കും. അങ്ങനത്തെ പാരഡൈസ് ആയിരുന്നു. എനിവേ, ഞാനിവിടെ വന്നിരിക്കുന്നത് 2-3 പ്രഗത്ഭന്മാർക്ക് ഒരു വഴിയൊഴുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എത്ര ഡിഫിക്കൽട്ടാണെന്ന് അറിയാം ഈ ഇത്ര ഗഹനമായിട്ടുള്ള സംഗതികൾക്ക് ശേഷം ഒരു ചിരിയരങ്ങിലേക്ക് വരുന്നത്. അപ്പൊ ആദ്യമേ വരുന്നവന് ഏറ് കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. യാത്രയിൽ താങ്ക് യു സോ മച്ച്. 1 ഇഞ്ച് സ്ഥലം കൊടുത്താൽ ഒരു പഴം പിടിച്ചെടുക്കുന്ന സദ്യയില് വീണ്ടും പങ്കെടുക്കുന്നതിൽ വളരെ വളരെ സന്തോഷമാണ്. ഞാൻ കഴിഞ്ഞ 32 വർഷവും കാലത്തോ ഉച്ചയ്ക്കോ വൈകിട്ടോ പാതിരാത്രിക്കോ ഒക്കെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നാടിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ടിനകത്ത് നിന്ന് സമുദ്രത്തിന്റെ മധ്യത്തിൽ നിന്നാണ്
ആദ്യമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആടുന്നുണ്ടെങ്കിൽ അത് മദ്യമകത്തി വന്നുകൊണ്ടല്ല, കപ്പല് അങ്ങോട്ട് വീണ്ടും ദൈവം നോക്കുകൊണ്ട് മാത്രമാണ്. പിന്നെ ചിക്കാഗോയിൽ നിന്ന് വന്ന ഒരു വിദ്വാന് ഈ ആടുന്ന കണ്ടപ്പോ തന്നെ 2 ഡ്രിങ്ക് കൂടെ കൂടുതൽ കളിക്കാൻ. പുള്ളിയുടെ ന്യായം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഭാര്യയെ ആടുന്നുണ്ട്, അതുകൊണ്ട് ഇനി മദ്യം കൊണ്ടാണെന്ന് പറയാനും സാധ്യമല്ലല്ലോ എന്ന്. സ്വാഭാവികമായിട്ട് എന്റെ മുന്നില് പഴയ ഒരുപാട് ഓർമ്മകൾ ഓടിയെത്തുന്നുണ്ട്. AKMGയുടെ ആദ്യത്തെ കൺവെൻഷന് എന്നെ 32 വർഷങ്ങൾക്ക് മുമ്പ് വാഷിംഗ്ടണിലേക്ക് വിളിച്ചത് എന്റെ അടുത്ത സുഹൃത്തും എന്റെ സഹപാഠിയുമായിരുന്ന വിനായകമായിരുന്നു. അദ്ദേഹം ജോർജ് ടൗണിലെ ഒരു സീനിയർ പ്രൊഫസറാണ്, വളരെ നല്ല മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം ഒരു ഹെൽത്ത് നട്ടൂറാണ്, ഫിറ്റ്നസിന് വേണ്ടി എന്തും ചെയ്യും. വെയിറ്റ് പൊക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ജോലി. ഇന്ന് കാലത്ത് ഇന്നിപ്പോ സത്യം പറയാണ്, ഫിറ്റ്നസ് സെന്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോ പുള്ളി ഒരു എഞ്ചിനെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അത് കണ്ടപ്പോ എനിക്ക് വളരെ സഹതാപം തോന്നി. ശൂന്യാകാശത്തിലേക്ക് അയച്ചപ്പോൾ അതിനെക്കുറിച്ച് മലയാള മനോരമ ഒരു പ്രബന്ധ മത്സരം, എസ്സേ കോമ്പറ്റീഷൻ. പലരും പല വിധത്തിലുള്ള ദീർഘമായി വിന്യസിച്ച് എഴുതി. പക്ഷെ ഒരു കുസൃതി ചെറുക്കനാണ് 1ാം സമ്മാനം കിട്ടത്. അവൻ എഴുതിയ മറുപടി ലേഖനം എങ്ങനെയായിരുന്നു: പൊക്കാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിയെയും എത്ര ഉയരത്തിലും എത്തിക്കാം. ഏതാണ്ട് ഉയരത്തിൽ എത്തിക്കുക. പിന്നെ റോയ് പറഞ്ഞതിന്റെ അക്ഷരം പരമാർത്ഥമാണ്. LC എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. LC കൂടെ റോയോട് ചോദിക്കാറുണ്ട്, ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇങ്ങനെ നായികമാരെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്തത്? സംശയം ചെയ്തു റോയോട് ചെയ്തു. റോയ്ക്ക് എന്താണ് ചെയ്തത്? റോയ് ചോദിക്കുക, എടി അവന്മാർക്ക് അങ്ങനെ കാണിച്ച് 40-50 ലക്ഷം എഴുതി വാങ്ങിക്കാം, എനിക്ക് എന്നാ വാഴിക്കാൻ കിട്ടും. അവിടെ കൊണ്ട് നിൽക്കുന്നത് ഞാൻ ഗ്രാൻഡ് പാർക്കിൽ ഞാൻ ഡ്രോയിങ് പിടിക്കുകയാണ്. അപ്പോൾ ഒരു ആൺപട്ടിയും പെൺപട്ടിയും കൂടെ പ്രണയ ചേഷ്ടകൾ കാണിക്കുകയാണ്. ആൺപട്ടി പെൺപട്ടിയെ ചുംബിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു. അപ്പം LC തൊട്ടടുത്തുണ്ട്. റോയ് ചോദിച്ചു, എടി ഞാനും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യട്ടെ. അപ്പൊ LCയുടെ മറുപടി, എനിക്ക് വിരോധമല്ല, പട്ടി സമ്മതിക്കുന്ന കാര്യം. പിന്നെ നമ്മുടെ ടിം മാത്യു പറഞ്ഞു, പലരുടെയും പാട്ട് കേൾക്കുമ്പോൾ AKMGക്ക് ഒരു ഭാവി ഉണ്ടെന്ന് തോന്നുന്നു. മറ്റു ചിലരുടെ പാട്ട് കേൾക്കുമ്പോൾ AKMGയിൽ ഭൂതം ഉണ്ടെന്ന് സംശയം. ഏറ്റവും പ്രധാനമായി ഇന്ന് രാവിലെ ഞാൻ യോഗയ്ക്ക് ഇരുന്നപ്പോൾ ദൈവമേ എന്ത് തമാശ പറയാൻ എല്ലാം മറന്നു പോകുന്നു, വയസ്സാവുന്നു. അപ്പോൾ ദൈവം ആ ഗ്ലേസറിന്റെ പ്രത്യക്ഷപ്പെട്ടിട്ട് എനിക്കൊരു ഉപദേശം തന്നു. ധൈര്യമായി പൊക്കോ മകനെ, ഇവിടെ മുമ്പിലിരിക്കുന്നതിനെല്ലാം മറവി ബാധിച്ചവരാണ്. കഴിഞ്ഞ കൊല്ലം പറഞ്ഞ തമാശ വീണ്ടും തുടങ്ങാൻ. കോറിഡോറിൽ കൂടി വന്നപ്പോൾ അകത്തെ സ്റ്റേറ്റ് റൂമിൽ കിടന്ന കുറെ സംഭാഷണമുണ്ട്, അത് ഞാൻ ഇവിടെ പറയാം. ഒരു മുറിയിൽ കേൾക്കാണ്, എടി നീ അറിഞ്ഞോ ന്യൂയോർക്കിൽ ഒരു പുതിയ മലയാള സിനിമ വന്നിരിക്കുന്നു, നമ്മുടെ കഥയാണ്. അതെ, ഇവിടെ സ്റ്റാഫ് എല്ലാം മടുത്തിരിക്കുകയാണ്. എന്ത് പറ്റി? എന്ന് രാവിലെയും കാടി പിടിച്ചോ ഇപ്പോൾ ആരും മടുത്തു. കാണുമോ? ഒന്ന് കണ്ടാ തിരക്കട്ടില്ല. ഞാൻ കൊണ്ടുവരാം. ഈ കാടി മൂലം കാമനി മൂലം ഒന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഈ കാടി കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ നശിച്ചത്. പക്ഷേ കാടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതവും. മനസ്സിലായി? കർണാരക്കുട്ടി, ഡോക്ടർ ഈനാസ്. ഡോക്ടർ ഈനാസ് മനസ്സിലായില്ലേ? ഇല്ല, ആരാ? എറണാകുളത്തി കാനഡായിരുന്ന നമ്മുടെ AKMG ഇല്ലേ? AKMG. ആ AKMGയുടെ ഞാൻ ഉണ്ടാക്കിയ ആണോ? അതെന്തായാലും AKMGയുടെ ഒരു 100ാമത്തെ വാർഷികം നടത്താൻ. വാർഷികോ? ആ 100ാമത്തെ കൺവെൻഷൻ. വാർഷികം ഞാൻ ഉണ്ടാക്കിയ അതെ, അതൊരു ജൂബിലി
എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയാൻ ജോലി അത് ഓ, ഉണ്ടാക്കിയ ഓ, ഓ. അതിന് ഞാൻ ക്ഷണിക്കാൻ വന്നതാ. എന്നെയോ ആ അങ്ങോട്ട് വരാനോ? ആ അയ്യോ, ഈ കൺവെൻഷൻ എല്ലാം ഞാൻ ഉണ്ടാക്കിയ അവിടെ വേണമെന്നുണ്ട് ഇങ്ങോട്ട് വരാനുണ്ടോ? എങ്ങനെയാ കൺവെൻഷൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ? നീ ആരാണ്? എന്താ നിന്റെ പേര്? എന്റെ പേര് കരുണാകരൻ കുട്ടി. കുട്ടിയോ? ആ പറഞ്ഞു വന്നപ്പോ നിന്നെ ഞാൻ ഉണ്ടാക്കി. ഇവിടെ കാടി കുടിക്കാനുണ്ടോ? അത് കാട് കുടിച്ചോ, കാട് കുടിച്ചോ. നീ കാടി കുടിച്ചോ? കുടിച്ചോ. കുടിച്ചിട്ട് ഒരു ഓപ്പക്കകത്ത് ഇവൻ കാടി കൂടെ കുടിച്ചു. ഇത്രയും പ്രായം ഞാൻ നഷ്ടരക്കുന്നത്. എത്ര പ്രായമുണ്ടപ്പോ? എനിക്കായി 135. എനിക്കായി അദ്ദേഹം ഈ കാടിയെ കുറിച്ച് പ്രസംഗിച്ചിട്ട് ഒരു കോടി പ്രസംഗം നടത്തണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മോഹം. പക്ഷെ 1000 പ്രസംഗം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മനസ്സ് ശരിയില്ലായിരുന്നു. കൊറോണറി ആർട്ടറി ഡിസീസ് എമംഗ് ഇന്ത്യൻസ്. കേട്ടില്ലേ? അദ്ദേഹം ചിലപ്പോ പറയാറുണ്ട് കൊളസ്ട്രോളും തേങ്ങയും ഞാനാ കണ്ടുപിടിച്ചത്. മനസ്സിലായോ? അപ്പോഴേ ഇനി സിസ്റ്റർ ഞങ്ങളുടെ മറ്റൊരു പ്രൊഫസർ MD തലയിൽ മുടിയൊക്കെ ഇപ്പോഴുണ്ടോ? ചെയ്യാൻ എങ്ങനെ സമ്മതിക്കണ്ടേ? അതും ചെയ്യില്ല. ഞങ്ങൾ വിഷമം ചെയ്യില്ല. ഞാൻ ഒന്ന് കൊണ്ടുവരണേ. പോലീസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ക്രൈമിനോ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അനുസരിച്ച് വിട്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. ഈ മിനിസ്റ്ററുടെ മകന് ഒരു ട്രാഫിക് ജാമിൽ വെച്ചിട്ട് പോലീസ് ഉടനെ അയാൾ ചോദിച്ചു, SP എൻ്റെ അച്ഛനാരാണെന്ന് എനിക്കറിയോ? അയ്യോ സാറേ, സാറിന് പോലും അറിഞ്ഞെങ്കിൽ എനിക്കറിയില്ല. It's very difficult to stop a comedy thing without telling at least one or two blonde jokes. Do you know why blondes don't talk when they are having sex? Their mother has told not to talk to strangers. And this blonde was sitting in a bar, and the guy had some ideas. He approached her and told, "Can I buy you a drink?" She told, No. You know, drinks and my legs don't go together. And I have got a problem. Why? After drinks, they swell? No, they spread.